ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ്. നമ്മുടെ മുംബൈ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന പാവ് ബജി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പാവ് ബജി മസാല വെച്ചിട്ടാണ് നമ്മളിന്ന് പാവ് ബജി ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. പാവ് ബജിയുടെ ആ പാവ് ബണ്ണ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അതിൽ മസാല ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. എനിക്കിങ്ങനെ പേഴ്സണലി പാവ് ബജിയോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പാനിപൂരിയാണ് ഇഷ്ടം കേട്ടോ. പക്ഷെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമായി പാവ് ബജി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാണ് പാവ് ബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. 3 പീസായിട്ടാണ് നമുക്കൊരു പാക്കറ്റിൽ കിട്ടണത്. അപ്പോൾ ഞാനിവിടെ പോയപ്പോൾ സെൻട്രൽ മാളിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരൊറ്റ പീസിൽ മുഴുവനായിട്ട് ഈ ഒരു സൈഡ് കട്ട് ചെയ്യാൻ പാടില്ല. മറ്റേ സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ മടക്കി വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ പാവ് ബൺ നമുക്കൊരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് ഐറ്റംസുകളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു വലിയ ഒനിയൻ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാപ്സിക്കം, ഒരു വലിയ ടൊമാറ്റോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ, അങ്ങനെ 1 ടേബിൾ സ്പൂൺ. ഇത്രയും സംഭവങ്ങളൊക്കെ അരിഞ്ഞ് ചതച്ചൊക്കെ മാറ്റി വെക്കുക. അപ്പോൾ ആദ്യം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സബോള, ഒരു വലിയ സബോളയാണ് കേട്ടോ, കുനുകുന അരിഞ്ഞു വെച്ചതാണ്, അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. സബോള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു പാകത്തിന് കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പോളം ഉണ്ടാവും കേട്ടോ. ഒരു വലിയ ക്യാപ്സിക്കാണ് ഇപ്പോൾ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ക്യാപ്സിക്കൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു വലിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ആ ടൊമാറ്റോയും കൂടെ നന്നായിട്ടൊന്ന് വാടി മിക്സായി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ തക്കാളി ഇട്ടിട്ട് ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വരാനായിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഈവൻ ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലിട്ടതിന് ശേഷം പാവ് ബജിയുടെ മസാല പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലെല്ലാം കൂടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ കായം എടുത്തിട്ടുണ്ട്, ഗരം മസാല 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ പാവ് ബജി മസാലയുടെ കൂട്ടെന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ആംചൂർ പൗഡറും കൂടെ മിക്സ് ചെയ്യും കേട്ടോ. അതാണ് പാവ് ബജി മസാല. അപ്പോൾ എൻ്റെ അടുത്ത് ആംചൂർ പൗഡർ ഇല്ല. ആംചൂർ പൗഡർ എന്ന് വെച്ചാൽ പച്ച മാങ്ങ ഉണക്കി പൊടിച്ച പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിൽ ആ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആംചൂർ പൗഡർ. അപ്പോൾ അതുണ്ടോര് അത് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനതിന് പകരം ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ ലെമണിൻ്റെ പകുതി പീസ് ഫുള്ളായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പുളിരസം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഈ ഒരു പൊടി ആംചൂർ പൗഡർ ചേർക്കാന്നുണ്ടെങ്കിൽ ആ ഒരു പുളിരസം കിട്ടാനാണ് അത് ചേർക്കണത്. അപ്പോൾ അതില്ലെങ്കിൽ ലെമൺ ജ്യൂസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ മസാലയൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് ആ പൊടികളുടെ മണമൊക്കെ ഒന്ന് മാറി മസാലയൊക്കെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് മല്ലിയിലയാണ്. അപ്പോൾ 1 പിടിയോളം മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. അത് കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താക്കി ഇടാണ് കേട്ടോ. ചെറിയ പീസാക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് ചീസാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണത് മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടണ പാക്കറ്റിൽ കിട്ടണ ചീസാണ് കേട്ടോ. അതിൽ നിന്ന് 1 സ്ലൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ ചീസൊക്കെ ഒന്ന് മസാലയിൽ മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ പാവ് ബജി മസാല റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവ് ബജി മസാല. നമ്മുടെ പാവ് ബണ്ണിനുള്ളിൽ ഫില്ല് ചെയ്യാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ,
നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല മണമൊക്കെ ഉള്ള നല്ല പുളിരസമൊക്കെ ഉള്ള അടിപൊളി മസാലയാണ്. അപ്പോൾ ഈ മസാല നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാവ് ബജി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവ് ബണ്ണ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് സെയിം പാൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ബട്ടർ 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ കസ്തൂരി മേത്തി ഉണ്ടല്ലോ, ഉലുവയുടെ ഇല, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. പിന്നെ അല്പം മല്ലിയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പാവ് ബജി മസാല 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്നിങ്ങനെ പരത്തി വെച്ചതിന് ശേഷം നമ്മുടെ പാവ് ബണ്ണുണ്ടല്ലോ, ആ ഒരു പീസ്, അതിൽ നിന്ന് ഒരൊറ്റ പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, ഒരു സൈഡ് കട്ട് ചെയ്യാതെ ഈ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിങ്ങനെ കമത്തി വെച്ചിട്ട് 2 സൈഡും നമുക്കതിലേക്ക് ആ ബട്ടറിൽ വെച്ചിട്ടൊന്ന് മസാലയിലൊക്കെ ഒന്ന് മുക്കി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ കമത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഒന്ന് ഒരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ നടു പൊട്ടിപ്പോവാതെ പതുക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലൊന്ന് 2 സൈഡും ബട്ടറിലും അതുപോലെ തന്നെ ഈ മസാലയുടെ സ്മെല്ലൊക്കെ ഒന്ന് പിടിച്ച് ബട്ടറിൻ്റെ ആ ഒരു രുചിയിലൊക്കെ ആ പാവ് ബൺ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു 2 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാവ് ബൺ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കണതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതിൻ്റെ ആ ഒരു കട്ടിങ് പൊട്ടിപ്പോവാൻ പാടില്ല കേട്ടോ, ആ നമ്മൾ മടക്കി വയ്ക്കുന്ന ഭാഗം. അപ്പോൾ പതുക്കെ വേണം ചെയ്യാനായിട്ട്. വീഡിയോ സ്പീഡായതുകൊണ്ട് സ്പീഡിൽ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ 2 സൈഡും ബട്ടറിലും മസാലയിലൊക്കെ ചേർത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പാവ് ബൺ. ഇത് നമുക്ക് പതുക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അത് പീസ് കട്ട് ചെയ്ത് പോവാതെ പതുക്കെ എടുക്കണം കേട്ടോ. പതുക്കെ എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ള ബണ്ണും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ബാക്കി നമ്മുടെ 2 ബണ്ണും കൂടെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, കാരണം നേരത്തെ കാണിച്ച പോലെ തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ 3 ബണ്ണും നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് കട്ട് ചെയ്യാതെ വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ നടുക്കിലായിട്ട് നമ്മുടെ പാവ് ബജി മസാല നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സിൻ്റെ ഇടയിൽ വെക്കാനായിട്ട് കുറച്ച് സബോള അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി മാറ്റിക്കണം കേട്ടോ. അപ്പോൾ മസാല നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ മേലെ ചീസ് വെച്ച് കൊടുക്കണവരുണ്ട്. പക്ഷെ നമ്മൾ ചീസ് ഇതിലേക്ക് ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അധികം ചീസിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒനിയൻ ചോപ്പ് ചെയ്തതും കൂടെ ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി 2 നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം അങ്ങനെ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാവ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പാവ് ബജി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.